നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എസ്.എഫ്.ഐ. ജില്ലാ പ്രസിഡന്റ് വിമൽ വിജയന്റെ ഹർജിയും കോടതി തള്ളി. തിരുവനന്തപുരത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിമൽ വിജയൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ആ ജാമ്യാപേക്ഷ നിഷ്കരണം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകാനാകില്ല എന്ന കർശന നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാൾ എസ്.എഫ്.ഐയുടെ ജില്ലാ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ കേരള സർവകലാശാല യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. വിമൽ വിജയൻ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഖാവിനെയാണ് ഇത്തരത്തിൽ ഇ.ഡി. ആക്രമിച്ചതിൻ്റെ കേസിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇ.ഡിയെ ആക്രമിക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമൽ വിജയൻ അടക്കം ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്നും എസ്.എഫ്.ഐയുടെയും അതുപോലെ തന്നെ DYFIയുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും വിളിച്ചു വരുത്തിയിരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. മാത്രമല്ല, ഈ ആക്രമണ കേസിൽ വിമൽ വിജയൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായ സൂചനകൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. വിമൽ വിജയൻ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നാണ് പിന്നീട് വിമൽ വിജയനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. പിന്നീട് ഇയാൾ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. ആ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ നിർദ്ദയം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ജാമ്യം നൽകാനാവില്ല എന്ന വിധി തന്നെയാണ്. എസ്.എഫ്.ഐയുടെ ജില്ലാ പ്രസിഡന്റ് വിമൽ വിജയൻ ഇനിയിപ്പോൾ ജയിലിലേക്ക് വീണ്ടും റിമാൻഡിലാവുകയാണ്. നേരത്തെ 5 പ്രതികളുടെ ഹർജി നേരത്തെ ഇതേ കോടതി തന്നെ തള്ളിയിരുന്നതാണ്. ആ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതീവ ഗുരുതരമായ ചില വിലയിരുത്തലുകളും അതുപോലെ തന്നെ പ്രസ്താവനകളും കോടതി നടത്തിയിരുന്നു. തീർച്ചയായും രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം എന്നാണ് കോടതി അതിരൂക്ഷമായ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത്തരത്തിൽ അക്രമങ്ങളെ പ്രോത്സാഹിക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികൾ അവരുടെ ദൗത്യമാണ് നിർവഹിക്കുന്നത്. ആ നിർവഹണം തടസ്സപ്പെടുത്തുക, അവരെ ആക്രമിക്കുക എന്നതെല്ലാം തീർത്തും പ്രാകൃതമായ നടപടിയാണ്. അക്രമത്തിന് ആഹ്വാനം നൽകുന്ന പ്രവർത്തനമായി പോകും ഇവരെ പുറത്തേക്ക് വിട്ടാൽ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി എടുത്തത്. അതായത് ഈ പറയുന്ന പ്രതികൾ അല്ലെങ്കിൽ ഇ.ഡിയെ പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കുന്നവർക്ക് ഒരു കാരണവശാലും കോടതികളൊന്നും തന്നെ പെട്ടെന്നൊന്നും ജാമ്യം നൽകാറില്ല എന്ന് നിയമ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുവരെ 26 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. 10 പ്രതികളെ കൂടെ ഈ കേസിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ അവരെ തേടിയുള്ള അന്വേഷണം തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ 10 പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പോലീസിന് നൽകുന്ന സൂചന. മാത്രമല്ല, ഇപ്പോൾ ഈ SIT രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും വസതികളിലടക്കം 12 ഇടങ്ങളിൽ എക്സാലോജിക് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. പരിശോധന നടത്തിയത്. നിയമപരമായ പരിശോധനയായിരുന്നു. കഴിഞ്ഞ 2024 ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്ന് തന്നെ പരിശോധന നടക്കേണ്ടതായിരുന്നു. നിയമപരമായ ചില ഇടപെടലുകൾ ഈ കേസിൽ നടന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ CMRLന്റെ ഹർജി കൂടി തള്ളിക്കൊണ്ടാണ് ഇ.ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന വിധി കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ബുധനാഴ്ച അതിരാവിലെ 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. വീണ വിജയൻ താമസിക്കുന്ന പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതി, അതോടൊപ്പം തന്നെ കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ വസതി, കോഴിക്കോടുള്ള വീണ വിജയൻ്റെ ഭർത്താവും അതുപോലെ തന്നെ മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീട്, ഇവിടങ്ങളിലൊക്കെ ഇ.ഡിയുടെ പരിശോധന നടന്നത്. പരിശോധനയിൽ നിർണായകമായ തെളിവുകളും വിവരങ്ങളും രേഖകളും ഒക്കെ കിട്ടി എന്ന് ഇ.ഡി നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല, 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18 കോടി രൂപയുടെ ആസ്തി മരവിപ്പിച്ചിട്ടുണ്ടെന്നും വീണയുടെ മൊബൈൽ ഫോൺ അടക്കം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഇ.ഡി അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ CPM നേതാക്കൾ അന്ന് അവകാശപ്പെട്ടിരുന്നത് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്തു പോവുകയായിരുന്നു ഇ.ഡി ചെയ്തത് എന്നാണ്. പക്ഷേ ആ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് ഇ.ഡി തന്നെ പിന്നീട് തങ്ങൾക്ക് നിർണായകമായ വിവരങ്ങൾ കിട്ടിയെന്ന വാർത്ത പുറത്തുവിടുകയായിരുന്നു. മാത്രമല്ല, അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ഈ പിണറായി വിജയൻ്റെ വീട്
ആ വീട്ടിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൻതോതിൽ പാർട്ടി അംഗങ്ങൾ പുറത്ത് തടിച്ചുകൂടുകയും EDയുടെ ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കി തിരിച്ചിറങ്ങുമ്പോൾ വലിയ ആക്രമണം ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന 3 കാറുകളും പൂർണ്ണമായി അടിച്ചു തകർത്തു. വലിയ കല്ലേറടക്കം ഈ കാറുകൾക്ക് നേരെ ഉണ്ടായി. കാറിൻ്റെ ഡ്രൈവർക്കും ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സേനാ ഉദ്യോഗസ്ഥർക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ED പോലീസിൽ പരാതി നൽകുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും. ഈ കേസ് അതീവ ഗുരുതരമായ അല്ലെങ്കിൽ അതീവ ഗൗരവ പ്രാധാന്യമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ED ഈ കേസിൽ ഇപ്പോൾ നിലപാട് ഘടിപ്പിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. അതായത് ഈ കേസിൽ സമഗ്രമായ അന്വേഷണം വേണം. ഈ പറയുന്ന പ്രതികളെ മാത്രമല്ല, ഈ ഗൂഢാലോചന നടത്തിയവരെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്നൊക്കെ ED കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ED ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും EDയെ ആക്രമിച്ച കേസിൽ കൂടുതൽ അറസ്റ്റുകൾ നടക്കുമെന്നാണ് സൂചന.